മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് പല സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കാറില്ല. അങ്ങനെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ പോകണ്ട. നമ്മൾ ഗുരുവായൂരും അതുപോലെ മൂകാംബികയും അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഡിവൈൻ ആയിട്ടുള്ള പ്ലേസിൽ എത്തണമെങ്കിൽ അത് ഭഗവാൻ തന്നെ വിചാരിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു നമ്മൾ ഇന്ന് ഗുരുവായൂരിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തിട്ട്. രാവിലെ 5 മണിക്കുള്ള യാത്ര ആയത് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കടയിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ശേഷം അങ്ങോട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയുള്ളത് നമ്മൾ കുറേ അമ്പലങ്ങളിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ അങ്ങനെ ഗുരുവായൂർ പോയി തൊഴുതിന് ശേഷം ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയിലാണ്. ഒരാളാണെങ്കിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൗഡർ ഇടുക, പൊട്ട് വയ്ക്കുക, പൗഡർ ഇടുക, പൊട്ട് വയ്ക്കുക. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി ഇപ്പോൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുളത്തിൽ പോയി കാലൊക്കെ കഴുകിയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ്. അപ്പം ഭരണി സമയത്ത് എപ്പോഴും വിചാരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് വരാൻ സാധിക്കാറില്ല. ഇപ്പോൾ ഭരണിക്കൊന്നും വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗുരുവായൂർ വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂരിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ശിലാസങ്കല്പമുണ്ട്, യക്ഷമനെ തളച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി കണ്ടതിന് ശേഷം പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റുമാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് ആൽമരങ്ങളുണ്ട്. ആൽമരത്തിൻ്റെ അവിടെ പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസമൊക്കെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മാത്രമല്ല നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ് അമ്പലങ്ങളിൽ തന്നെ പോയാലേ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുത്തുന്ന സമയത്ത് നേരെ സൈഡ് ഭാഗത്തായിട്ട് തവിട്ടുമുത്തി എന്നുള്ളൊരു ദേവീ സങ്കല്പമുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ ഈ ശ്വാസമുട്ടൽ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് തവിടൊന്ന് ഒഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തവിടാണ് പ്രസാദം കിട്ടുക. അപ്പോൾ ആ തവിടൊക്കെ വാങ്ങി നമ്മളതൊന്ന് പ്രസാദമായിട്ട് കഴിച്ചു കൂട്ടാം. നമ്മുടെ ലച്ചൂസിന് 1 വയസ്സുണ്ടായിരുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ഇവിടെ വന്ന് തൊഴുതിട്ട് പോയത്. അതിനുശേഷം ഇതെപ്പോഴാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ അവിടെ വന്ന് തൊഴാനൊന്നും പറ്റിയത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ അമ്പലങ്ങളിൽ വരുമ്പം പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇനിയും വരാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പ്രാവശ്യവും വന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ തൊട്ട് തന്നെയുള്ള ഒരു ബുക്ക് സ്റ്റോളിൽ കയറി അവിടെ നിന്ന് കുറച്ച് ബുക്കൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തൊട്ടുള്ള ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയേ.